ട്രംപിന്റെ വാദങ്ങളെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ട് ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയം പരസ്യമായി രംഗത്തെത്തിയതിനു പിന്നാലെ ഇറാനെതിരെ അതിരൂക്ഷമായ കടന്നാക്രമണ ഭീഷണിയുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയത് പശ്ചിമേഷ്യയിൽ വീണ്ടും വൻ യുദ്ധഭീതി വിതച്ചിരിക്കുകയാണ്. സമാധാന ചർച്ചകൾ പുനരാരംഭിക്കാൻ തയ്യാറാണെന്ന ട്രംപിന്റെ പ്രസ്താവന കേവലം പ്രചാരണം മാത്രമാണെന്നും അതിൽ യാതൊരു വസ്തുതയുമില്ലെന്നും ഇറാൻ വ്യക്തമാക്കിയതാണ് ട്രംപിനെ ചൊടിപ്പിച്ചത്. മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോഴാണ് ഇറാൻ ഭരണകൂടത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള കടുത്ത ഭാഷയിൽ ട്രംപ് അമേരിക്കയുടെ മുന്നറിയിപ്പ് പരസ്യമാക്കിയത്. ഇറാനുമായുള്ള നയതന്ത്ര ബന്ധങ്ങൾ കൂടുതൽ തകർച്ചയിലേക്ക് നീങ്ങുന്ന സൂചനകളാണ് പുതിയ സംഭവങ്ങൾ നൽകുന്നത്. ഒരു ധാരണയിലെത്താനുള്ള അവസാന അവസരമാണിതെന്നും ഇത് വിനിയോഗിച്ചില്ലെങ്കിൽ മുൻപെങ്ങും കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള അതിശക്തമായ സൈനിക തിരിച്ചടി ഇറാൻ നേരിടേണ്ടി വരുമെന്നുമാണ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയത്. ഇറാന്റെ പരമോന്നത നേതാക്കളെയും ഭരണ സംവിധാനങ്ങളെയും ലക്ഷ്യമിട്ടുള്ള ഡിക്യാപിറ്റേഷൻ അഥവാ നിർണായക നേതൃത്വത്തെ പൂർണ്ണമായും തകർത്തു കളയുന്ന ആക്രമണ തന്ത്രമായിരിക്കും അമേരിക്ക പുറത്തെടുക്കുകയെന്ന സൂചനയും ട്രംപിന്റെ വാക്കുകളിൽ നിഴലിക്കുന്നുണ്ട്. ഇറാന്റെ ഭാഗത്തു നിന്ന് കടുത്ത വഞ്ചനയും നുണപ്രചാരണവുമാണ് ഉണ്ടാകുന്നതെന്നാണ് വാഷിംഗ്ടൺ ആരോപിക്കുന്നത്. സമാധാന ചർച്ചകളിലേക്ക് തിരികെ വരാൻ തങ്ങൾ സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടും ഇറാൻ അഹങ്കാരത്തോടെ അത് തള്ളിക്കളയുകയായിരുന്നുവെന്നാണ് അമേരിക്കൻ ഭരണകൂടം വ്യക്തമാക്കുന്നത്. ഒത്തുതീർപ്പുകൾക്ക് ഇനി അധിക സമയം അനുവദിക്കാനാവില്ലെന്നും തങ്ങളുടെ കടുത്ത ഉപരോധങ്ങളും സൈനിക ഭീഷണികളും വകവയ്ക്കാതെ മുന്നോട്ടു പോകുന്ന ഇറാനെ തളയ്ക്കാൻ കടുത്ത നടപടികൾ അനിവാര്യമാണെന്നുമാണ് വൈറ്റ് ഹൌസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന. ട്രംപിന്റെ പുതിയ ഭീഷണിയോട് തികച്ചും കടുപ്പമേറിയ ഭാഷയിലാണ് ടെഹ്റാനും പ്രതികരിച്ചിരിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റിന്റെ അവകാശവാദങ്ങൾ തികച്ചും അസത്യമാണെന്ന് ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയം ഔദ്യോഗികമായി വ്യക്തമാക്കി. ചർച്ചകളെക്കുറിച്ച് അമേരിക്ക നടത്തുന്ന പ്രചാരണങ്ങൾ ലോകത്തെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള തന്ത്രം മാത്രമാണെന്നും നിലവിലെ സാഹചര്യത്തിൽ തങ്ങളുമായി യാതൊരുവിധ നയതന്ത്ര സംഭാഷണങ്ങൾക്കും അമേരിക്ക തുനിഞ്ഞിട്ടില്ലെന്നും ഇറാൻ തുറന്നടിച്ചു. അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള സൈനിക നീക്കമുണ്ടായാൽ അതിനെ അതിശക്തമായ കരുത്തോടെ തന്നെ പ്രതിരോധിക്കുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അമേരിക്കയ്ക്കും അവരുടെ പ്രാദേശിക പങ്കാളികൾക്കും നിമിഷങ്ങൾക്കകം തിരിച്ചടി നൽകാൻ തങ്ങൾക്ക് കഴിയുമെന്നാണ് ഇറാൻ സൈനിക കേന്ദ്രങ്ങൾ ഓർമ്മിപ്പിക്കുന്നത്. ട്രംപ് ഭീഷണി പ്രാവർത്തികമാക്കാൻ തുനിഞ്ഞാൽ അത് പശ്ചിമേഷ്യയിൽ നിയന്ത്രണാതീതമായ ഒരു വൻ യുദ്ധത്തിന് വഴി തുറക്കുമെന്നും അതിൽ അമേരിക്കൻ സേനയ്ക്കും മേഖലയിലെ സഖ്യകക്ഷികൾക്കും കനത്ത നാശനഷ്ടങ്ങൾ സഹിക്കേണ്ടി വരുമെന്നും ടെഹ്റാൻ മുന്നറിയിപ്പ് നൽകി. മേഖലയിലെ അമേരിക്കൻ വ്യോമ നാവിക താവളങ്ങളെയെല്ലാം തങ്ങളുടെ ആധുനിക മിസൈലുകളുടെ പരിധിക്കുള്ളിലാണെന്ന് ഇറാൻ വ്യക്തമാക്കുന്നുണ്ട്. ട്രംപിന്റെ ഡിക്യാപിറ്റേഷൻ ഭീഷണിക്ക് അതേ നാണയത്തിൽ മറുപടി നൽകാൻ കഴിവുള്ള അത്യാധുനിക ഡ്രോണുകളും ബാലിസ്റ്റിക് മിസൈലുകളും തങ്ങളുടെ പക്കലുണ്ടെന്ന യാഥാർത്ഥ്യം അമേരിക്ക മറക്കരുതെന്ന് ഇറാൻ ഔദ്യോഗിക വക്താക്കൾ കൂട്ടിച്ചേർത്തു. അതുകൊണ്ട് തന്നെ തങ്ങളുടെ പരമാധികാരത്തിന് മേൽ കൈവയ്ക്കാൻ തുനിയുന്ന ഏത് നീക്കവും കടുത്ത തിരിച്ചടിയിൽ കലാശിക്കുമെന്നാണ് ഇറാന്റെ നിലപാട്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വാക്പോര് മുറുക്കുന്നത് ലോകരാജ്യങ്ങൾക്കിടയിൽ വലിയ ആശങ്കയ്ക്ക് കാരണമായിട്ടുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ നയതന്ത്ര സാധ്യതകൾ മങ്ങുകയും പകരം സൈനിക നടപടികളിലേക്ക് ഇരുപക്ഷവും വിരൽ ചൂണ്ടുകയും ചെയ്യുന്നത് ആഗോള സമ്പദ് വ്യവസ്ഥയെയും എണ്ണ വിപണിയെയും ഗുരുതരമായി ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. മുൻപൊരിക്കലും ഇല്ലാത്ത വിധം വിടവ് വർദ്ധിച്ചതോടെ പശ്ചിമേഷ്യൻ മേഖല വീണ്ടും ഒരു വൻ പോരാട്ടത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വരുമോ എന്ന ഭയത്തിലാണ് ലോകം. ഈ സംഘർഷാവസ്ഥ മുൻനിർത്തി ലോകശക്തികൾ ഇടപെടണമെന്ന ആവശ്യവും ശക്തമാകുന്നുണ്ട്. ഐക്യരാഷ്ട്രസഭയും വിവിധ യൂറോപ്യൻ രാജ്യങ്ങളും സ്ഥിതിഗതികൾ സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണ്. ഏത് നിമിഷവും പൊട്ടിത്തെറിക്കാവുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ ഇരുപക്ഷവും സംയമനം പാലിക്കണമെന്ന അഭ്യർത്ഥന ശക്തമാകുന്നുണ്ടെങ്കിലും ആക്രമണോത്സുകമായ പ്രസ്താവനകൾ നയതന്ത്ര സാധ്യതകളെ പൂർണ്ണമായും അടയ്ക്കുകയാണ് ചെയ്യുന്നത്. അമേരിക്കയിൽ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ നിലനിൽക്കുന്ന സാഹചര്യങ്ങളും ട്രംപിന്റെ ഈ കടുത്ത നിലപാടിന് പിന്നിലുണ്ടെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഇറാന്റെ ആണവ ശക്തിയും പ്രാദേശിക സ്വാധീനവും പൂർണ്ണമായും ഇല്ലായ്മ ചെയ്യുക എന്നത് അമേരിക്കയുടെയും സഖ്യകക്ഷിയായ ഇസ്രയേലിന്റെയും പ്രധാന ലക്ഷ്യങ്ങളിലൊന്നാണ്. എങ്കിലും മുൻകാലങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ സൈനിക സജ്ജീകരണങ്ങളോടെയാണ് ഇറാൻ ഈ ഭീഷണിയെ നേരിടുന്നത്. പ്രാദേശികമായ സഖ്യസേനകളുടെ പിന്തുണയും ശക്തമായ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും ടെഹ്റാന് ആത്മവിശ്വാസം നൽകുന്നുണ്ട്.
അമേരിക്കയുടെ പ്രകോപനങ്ങൾ തുടർന്നാൽ അതിർത്തികളിൽ കടുത്ത പ്രതിരോധ നടപടികൾ സ്വീകരിക്കുമെന്ന് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ്സും അറിയിച്ചിട്ടുണ്ട്. തങ്ങളുടെ നേതാക്കൾക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണ നീക്കങ്ങൾ അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായാൽ അത് ലോകത്ത് അമേരിക്കൻ താൽപര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന എല്ലാ കേന്ദ്രങ്ങൾക്കും ഭീഷണിയായി മാറുമെന്ന പരോക്ഷമായ താക്കീതും ഇറാൻ നൽകി കഴിഞ്ഞു. സംഘർഷം കടുക്കുന്ന സാഹചര്യത്തിൽ ഹോർമുസ് കടലിടുക്ക് ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാന നാവിക പാതകളിലെ സുരക്ഷയും ഭീഷണിയിലായിട്ടുണ്ട്. ലോകത്തെ പ്രമുഖ എണ്ണക്കടത്ത് പാതകളിൽ ഒന്ന് തടസ്സപ്പെടുകയാണെങ്കിൽ അത് വൻ വിലക്കയറ്റത്തിനും ഇന്ധനക്ഷാമത്തിനും കാരണമാകും. നയതന്ത്ര ചർച്ചകളുടെ വാതിലുകൾ ഇരു രാജ്യങ്ങളും കൊട്ടിയടയ്ക്കുന്ന രീതിയിലാണ് മുന്നോട്ടു പോകുന്നത്. സമാധാനത്തിന്റെ പാത പൂർണ്ണമായും അടഞ്ഞുപോയെന്ന് ട്രംപിന്റെ പ്രസ്താവന അടിവരയിടുമ്പോൾ പ്രതിരോധത്തിന്റെ വഴി മാത്രമാണ് തങ്ങൾക്ക് മുന്നിലുള്ളതെന്ന് ഇറാനും വ്യക്തമാക്കുന്നു. തുടർച്ചയായ ഈ ഏറ്റുമുട്ടൽ മനോഭാവം ആത്യന്തികമായി വലിയൊരു ദുരന്തത്തിലേക്കാണ് പശ്ചിമേഷ്യയെ നയിക്കുന്നത്. ഒരു ചെറിയ തെറ്റിദ്ധാരണയോ അല്ലെങ്കിൽ ഒരു ചെറിയ അബദ്ധമോ പോലും വൻ യുദ്ധത്തിലേക്ക് വഴിതെളിച്ചേക്കാം. ട്രംപിന്റെ രൂക്ഷമായ ഭാഷയിലുള്ള ഭീഷണിയും ഇറാന്റെ ഉറച്ച തിരിച്ചടി പ്രഖ്യാപനവും വരും ദിവസങ്ങളിൽ പശ്ചിമേഷ്യൻ രാഷ്ട്രതന്ത്രത്തെ എങ്ങോട്ട് നയിക്കുമെന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ അടിയന്തരമായി നയതന്ത്ര ഇടപെടലുകൾ ഉണ്ടായില്ലെങ്കിൽ ചരിത്രത്തിലെ ഏറ്റവും കടുത്ത സൈനിക പ്രതിസന്ധികളിൽ ഒന്നായിരിക്കും ലോകം സാക്ഷ്യം വഹിക്കേണ്ടി വരിക.